സ്നേഹാവസ് ആണ്. ഹിന്ദിയുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ 5ാം ക്ലാസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ബേസിക് ആയിട്ട് ഒരു സാധനം നമുക്ക് പഠിച്ചാലോ, അതായത് ദിവസങ്ങളുടെ നെയിം. ഹിന്ദിയിൽ നിങ്ങൾ ദിവസങ്ങളുടെ നെയിം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. സൺഡേക്ക് നമ്മൾ എന്താ ഹിന്ദിയിൽ പറയുന്നത്, രവിവാർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ എഴുതി പഠിക്കണം മക്കളെ, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത്. എന്തായാലും എന്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവണം. നോക്കണേ, എന്താണ് സൺഡേക്ക് നമ്മൾ എന്ത് പറയും, ഞായറാഴ്ചക്ക് നമ്മൾ രവിവാർ എന്ന് പറയും അല്ലെ. അതേപോലെ തന്നെ മൺഡേക്ക് നമ്മൾ എന്താ ഹിന്ദിയിൽ പറയുന്നത്, സോമവാർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, സോമവാർ. ഒന്നുമില്ല, എല്ലാത്തിന്റെ അടിയിലും എന്തുണ്ടാവും, നമ്മൾ ആഴ്ച എന്ന് പറയുന്നത് പോലെ വാർ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി, എന്താണ് സോമവാർ എന്നാണ് നമ്മൾ ഇന്നിന് പറയാ, തിങ്കളാഴ്ചക്ക് പറയാ. മംഗൾവാർ എന്ന് വെച്ചാൽ എന്താണ്, ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ചൊവ്വാഴ്ചയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മംഗൾവാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെനസ്ഡേക്ക് നമ്മൾ മലയാളത്തിൽ നമ്മൾ ബുധനാഴ്ച എന്ന് പറയുന്നത് പോലെ തന്നെ ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയും, ബുധവാർ എന്ന് പറയും. എന്ത് പറയും, ബുധവാർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ തേഴ്സ്ഡേക്ക് വ്യാഴാഴ്ചക്ക് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു, ഗുരുവാർ എന്നാണ് പറയുന്നത്. എന്താണ്, ഗുരുവാർ എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ ഫ്രൈഡേക്ക് നമ്മൾ എന്ത് പറയുന്നു, ശുക്രവാർ. നല്ല പേരല്ലേ. നോക്കി, എന്താണ് ശുക്രവാർ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കുക, ഇത് എഴുതുന്ന രീതിയൊക്കെ മക്കൾ എന്തായാലും എഴുതണം. നോക്കിക്ക്, ക്രാന്നൊക്കെ എങ്ങനെ എഴുതാന്നുള്ളതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. അതേപോലെ ലാസ്റ്റ് ആരാണുള്ളത്, ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്. സാറ്റർഡേക്ക് നമ്മൾ സുഖമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ശനിവാർ എന്നാണ് പറയാ. ശനിയാഴ്ചക്ക് എന്ത് പറയുന്നു, ശനിവാർ എന്നാണ് പറയാം. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും പഠിക്കുന്നുണ്ട് അല്ലെ. ടെക്സ്റ്റ് ബുക്കുകളിൽ നിറങ്ങൾ പഠിക്കാനുണ്ട്, എണ്ണ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഉണ്ട്, നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഇപ്പൊ നമ്മുടെ എന്താണ് വിദ്യാരംഭത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഹിന്ദിയുടെ കേസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഹിന്ദി മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റിലും എന്താണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 5ാം ക്ലാസ് ആണ്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ 5ാം ക്ലാസ് അല്ലെ. അപ്പോൾ അത് നല്ല സെറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പൃഥ്വി ബാച്ചിൽ ചേരാടാ. ബൈ ബൈ.